അടുത്തത് മീനക്കൂറാണ്. പൂരുരുട്ടാതിയുടെ അവസാനത്തെ പാദവും ഉത്രട്ടാതിയും രേവതിയും നക്ഷത്രങ്ങളാണ് മീനക്കൂറിൽ വരുന്നത്. മീനൻ രാശിക്കാർക്ക് ഉത്തരവാദിത്തങ്ങളൊക്കെ കുറച്ചുകൂടെ കൂടിക്കൊണ്ടിരിക്കുന്നതായിട്ട് മനസ്സിലാകും. അവരുടെ ലഗ്നത്തിലെ ശനിയും കുജനും ബുധനും ഈ രാശി ഒന്നിച്ച് നിൽക്കുകയാണ്. അതുകൊണ്ട് പല തരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങളും അതുപോലെ ജോലി സ്ഥാനത്ത് നിന്നോ ഒക്കെ ചില സമ്മർദ്ദങ്ങളും ഒക്കെ കൂടുതലായിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ പല ബുദ്ധിമുട്ടുകളും അവർക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും. പക്ഷേ ഇന്ന് ചെയ്യുന്നതായിട്ടുള്ള ആ കഠിനാധ്വാനം കൊണ്ടുണ്ടാകുന്ന ഫലം അവർക്ക് അനുകൂലമായിട്ട് തന്നെ വരും. ഇതുകൊണ്ട് അത് പ്രയോജനത്തിലേക്ക് വരുന്നത് അവർ ഇന്ന് ചെയ്യുന്നതായിട്ടുള്ള കർമ്മങ്ങൾ നാളേക്ക് കൂടുതൽ പ്രയോജനം ഉണ്ടാകുന്നതായിട്ടുള്ള കർമ്മങ്ങൾ തന്നെയാണ് അവർ ചെയ്യുന്നത്. കൂടുതൽ ശ്രദ്ധ അതുപോലെ തന്നെ സഹിക്കാനുള്ള സഹനശക്തിയും ഒക്കെ കൂടുതൽ കാണിക്കേണ്ട ഒരു സമയമാണ്. സാമ്പത്തിക കാര്യങ്ങൾക്ക് കുറച്ച് ക്രമേണ മെച്ചപ്പെടുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. കുടുംബത്തിലുള്ളവർ ആയിട്ടുള്ള ബന്ധം ക്രമേണ മെച്ചപ്പെടും. അവരുടെ പിന്തുണയും ഇവർക്ക് ഉണ്ടാവുന്നതാണ്. ഇവർക്ക് പരിഹാരം എന്നുള്ള നിലയ്ക്ക് ശാസ്താക്ഷേത്ര ദർശനം നടത്തുന്നതും അതുപോലെ ശനി ദോഷനിവാരണത്തിനുള്ള സ്വന്തം ജപങ്ങൾ ഒക്കെ നടത്തുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ പഞ്ചാക്ഷരം നമഃശിവായ എന്ന മന്ത്രം കൃത്യമായിട്ട് ഉപാസന ചെയ്യുന്നതിൽ കൂടെ അവർക്കുണ്ടാവുന്ന ആത്മസംഘർഷങ്ങളും അന്തസ്സംഘർഷങ്ങളും മറ്റുമൊക്കെ കുറയ്ക്കാനും വളരെ ഉപകാരപ്രദമാണ്.